അങ്ങനെ നമ്മൾ ഈ സീരീസിന്റെ 10ാമത്തെ അവസാനത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ലിമിറ്റഡ് സീരീസ് ആയതുകൊണ്ട് തന്നെ ഇനി എപ്പിസോഡുകളും സീസണുകളും ഒന്നും വരാൻ സാധ്യതയില്ല. ഇതുവരെ ഇറങ്ങിയ 10 എപ്പിസോഡുകളുടെ എക്സ്പ്ലനേഷൻ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. കാണാത്തവർ എന്തായാലും അതുകൂടെ കാണണം. അപ്പൊ ഇനി ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് അടക്കാം. മാരിക്കോ മരിച്ച കാര്യമാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. എല്ലാവരും അതിന്റെ ഒരു ദേഷ്യത്തിലാണ്. അതേപോലെ ഒസാക്ക കാസിൽ നിന്ന് ബാക്കിയുള്ളവരെല്ലാവരും ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ യോഷിന്റെ ഭാര്യമാരായിട്ടുള്ള കിരിയും ഷിസുവും എല്ലാം ഇപ്പൊ ഒസാക്ക കാസിൽ വിട്ട് അവരവരുടെ സ്ഥലത്തേക്ക് പോയി. മാരിക്കോന്റെ മരണം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് കൗൺസിൽ മീറ്റിംഗിലേക്കാണ്. ഈ കൗൺസിൽ മീറ്റിംഗിൽ തന്നെ ഇപ്പൊ പല പ്രശ്നങ്ങളായിട്ടുണ്ട്. ഈ ഇഷീഡോ ആണല്ലോ ഷിനോബിന്റെ ആൾക്കാരനെ അയച്ചത് കൊല്ലാൻ വേണ്ടിയിട്ട് മാരിക്കോനെ. ആ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം, ഇത് ഇഷീഡോ ചെയ്ത പണിയാണെന്ന്. കിയാമിയും ഓനോ ഉണ്ടല്ലോ, ക്രിസ്ത്യൻ റീജൻസ്, അവര് ചോദിക്കും ഇത് ഏതോ ഒരു റീജൻ തന്നെ ചെയ്ത പണിയാണ്, മാരിക്കോയ്ക്ക് സംഭവിച്ചത് ഇനി ഒരാൾക്ക് സംഭവിക്കരുത്, ഒസാക്ക ഇപ്പൊ സേഫ് അല്ല എന്നുള്ള കാര്യമൊക്കെ പറയും. ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയാണ്. അപ്പൊ ഇഷീഡോ പറയും ഇതൊക്കെ ചെയ്തത് യോഷിയാണ്, യോഷി നമ്മളെ ഇപ്പൊ അടിച്ച് പിരിയിപ്പിക്കാൻ നോക്കുകയാണ്, നമ്മൾ തമ്മിലുള്ള യൂണിറ്റി അത് തകർക്കാൻ നോക്കുകയാണ് യോഷി, ഇങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറയും. അപ്പൊ ഇവരുടെ ഈ ഒരു അടിയൊക്കെ കേട്ടിട്ട് ഒച്ചീബിയാണ് ഈ കാര്യം പറയാ. ഒച്ചീബിന്റെ മനസ്സൊന്ന് അലിഞ്ഞിട്ടുണ്ട്, മാരിക്കോന് പ്രോപ്പർ ബറിയൽ കൊടുക്കണം, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയും. അപ്പൊ മീറ്റിംഗ് അവസാനിക്കാൻ പോകുമ്പോൾ യോഷിന്റെ അടുത്തുള്ള യുദ്ധത്തിന് പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു സൈൻ ചെയ്യണം എല്ലാവരോടും സൈൻ ചെയ്യാൻ വേണ്ടി പറയും ഇഷീഡോ. സൈൻ ചെയ്യാൻ പോകുമ്പോൾ ഒരു ചെറിയൊരു എർത്ത് കേക്ക് വരും. ഈ ജപ്പാനിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഈ എർത്ത് കേക്ക്. എന്നാലും എർത്ത് കേക്ക് വരുമ്പോൾ, ഭൂകമ്പം വരുമ്പോൾ അതൊരു നല്ല സൂചനയായിട്ട് കണക്കാക്കാറില്ല ഇവിടെ. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇഷീഡോന്റെ പ്ലാൻ അനുസരിച്ച് ഒന്നും നടക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ജോൺ എന്ത് ചെയ്യണമെന്ന് നോക്കാം. കിയാമിന്റെ ആൾക്കാരെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ജോണിനെ കൊണ്ടുവരും. കിയാമിയും ജോണും എല്ലാവരും ശത്രുക്കളാണല്ലോ, ക്രിസ്ത്യൻസും പ്രൊട്ടസ്റ്റന്റ്സിന്റെ ശത്രുക്കളൊക്കെ ആയിരുന്നു ആദ്യം. ഇപ്പൊ അതിന്റെ കാര്യമൊന്നും പറയുന്നേ ഇല്ല. കൊല്ലാൻ കൊണ്ടുപോകാന്നാണ് ജോൺ വിചാരിക്കുക. ജോണിനെ കൊണ്ടുള്ള ഒരു ആവശ്യം ഇനി അവസാനിച്ചു. യോഷിക്ക് ഇപ്പൊ ആവശ്യമില്ല, ആർക്കും ആവശ്യമില്ലല്ലോ ഇപ്പൊ. എന്നാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർട്ടിൻ ഉണ്ടാവും ഇവരുടെ കൂടെ. ഈ കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്യണം. മാരിക്കോ മരിക്കുന്നതിന് മുന്നേ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആരുടെ അടുത്ത്? മാർട്ടിന്റെ അടുത്ത്, ഈ പോർച്ചുഗീസുകാരന്റെ അടുത്ത്. എന്ത് കാരണവശാലും ജോണിനെ കൊല്ലരുത് എന്നായിരുന്നു ആ ഒരു ഡീല്. ബേസിക്കലി മാരിക്കോ ആണ് ജോൺ ഇപ്പൊ ജീവനോട് നിൽക്കാനുള്ള കാരണം തന്നെ. അപ്പൊ മാർട്ടിൻ പറയും ഞാൻ എന്റെ വാക്ക് പാലിക്കുകയാണ്, ഞാൻ മാരിക്കോന് കൊടുത്ത വാക്ക് പാലിക്കുകയാണ്, നിന്നെ ഞാൻ അവിടുന്ന് ഫ്രീ ആക്കി വിടുന്നു. കൊല്ലാനാണ് അവരൊക്കെ തീരുമാനിച്ചതെങ്കിലും മാരിക്കോന് കൊടുത്ത ഒരു വാക്ക് കാരണം യോഷിന്റെ അടുത്ത് തന്നെ പെക്കോന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോട്ടിൽ കയറ്റി വിടും. അങ്ങനെ ജോൺ ആ ചെറിയ ബോട്ടിൽ കയറി ആ വലിയ ഷിപ്പിൽ എത്തുകയാണ്. ആ ഷിപ്പിൽ ആരൊക്കെ ഉണ്ട്? നമ്മുടെ യബുഷിഗയുണ്ട്. യബുഷിഗയാണെങ്കിൽ ഇപ്പൊ മൊത്തം ഫ്ലിപ്പാണ്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. മാരിക്കോന്റെ മരണം ഇങ്ങനെ കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ആള് തിരി ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. യബുഷിഗ പറയും നമുക്ക് ഈ നശിച്ച നാട് വിട്ട് എവിടേക്കെങ്കിലും പോവാ, നിന്റെ നാടുണ്ടല്ലോ ഇംഗ്ലണ്ട്, അവിടേക്ക് പോവാന്നൊക്കെ പറയും. മതിയായി ജപ്പാന്റെ ആൾക്കാരൊക്കെ മതിയായി എന്ന് പറയും. അപ്പൊ യബുഷിഗ ഇതൊക്കെ വെറുതെ പറയാന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ ഇവര് നേരെ എത്തുന്നത് യോഷിയുള്ള സ്ഥലത്തേക്കാണ്. അപ്പൊ അവിടെ ഒരു കാഴ്ച കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജോണിന്റെ ഷിപ്പ് ഉണ്ടല്ലോ, ജോൺ വന്ന ഷിപ്പ് എറാസ്മസ് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷിപ്പ്, അത് മുങ്ങിയിരിക്കുന്നു. ഈ ഷിപ്പിനെ ആരോ അറ്റാക്ക് ചെയ്ത് അത് മുക്കിയതാണ്. അപ്പൊ ജോണിന് ഇപ്പൊ തിരിച്ചു പോകണമെന്ന് പറഞ്ഞാലും പറ്റില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഷിപ്പിനെ ഇങ്ങനെ ആക്കിയത് ആരാണെന്ന് ചോദിക്കും ജോണ്. അപ്പൊ പറയും ക്രിസ്ത്യൻസ് ആണ് ഇത് ഇങ്ങനെ വന്ന് ചെയ്തത്, ഷിപ്പ് മുക്കിയത് ക്രിസ്ത്യൻസിന്റെ ആൾക്കാരാണ്. അതേപോലെ വില്ലേജിൽ ഈ ക്രിസ്ത്യൻസിന്റെ സ്പൈ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യോഷി ആൾക്കാരനെയൊക്കെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കൂടെ ജോൺ മനസ്സിലാക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ യോഷിന്റെ അടുത്തേക്ക് പോവാം. യോഷി ആദ്യം കാണുന്നത് യബുഷിഗേനെയാണ്. യോഷി പറയും ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, നീയാണ് ആ ഷിനോബി ആൾക്കാരനെയൊക്കെ ഒസാക്ക കാസലിലേക്ക് അകത്തേക്ക് കയറ്റി വിട്ടത്, നീയാണോ അത് ചെയ്തതെന്ന് ചോദിക്കും. യോഷിക്ക് അറിയാം, എന്നാലും വെറുതെ ചോദിക്കും. യബുഷിഗൻ സമ്മതിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്, നാളെ സെപ്പക്കു അങ്ങോട്ട് ചെയ്തോ, നാളെ മരിച്ചോ, നിനക്ക് പണിഷ്മെന്റ് ഒന്നുമില്ല, നീ ആയിട്ട് സെപ്പക്കു ചെയ്തോ എന്ന് പറയും. അങ്ങനെ യബുഷിഗന്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി അടുത്തത് ഭാര്യമാരെ കാണാൻ പോവാണ് യോഷി. കിരിയും ഷിസുവും വന്നിട്ടുണ്ടല്ലോ. ഷിസു ആണെങ്കിൽ പ്രഗ്നന്റ് ആയിരുന്നു. യോഷി ഒസാക്ക കാസലിൽ വിട്ടുവരുമ്പോ ഇപ്പൊ ആ കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിനെയൊക്കെ യോഷി ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ വെച്ചിട്ട്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒച്ചീബ ഒരു ലെറ്റർ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇവരുടെ കയ്യിൽ. ആ ലെറ്റർ കിരി യോഷിക്ക് നൽകും. ഒച്ചീബ അവന് ശത്രുവായിരുന്നു. അപ്പൊ ശത്രു എന്തിനാണ് ഇപ്പൊ ലെറ്റർ ഒക്കെ അയക്കുന്നതെന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുക. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം അതിലുണ്ട്, അതിപ്പോ റിവീൽ ചെയ്യില്ല. യോഷി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും. ഒരു സമാധാനം ആയതുപോലെ ഒരു ഫീലിംഗ് ആണ് യോഷിയുടെ മുഖത്തുള്ളത്. അപ്പൊ എന്തോ കാര്യമായിട്ട് ആ ലെറ്ററിൽ ഉണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്.
വഴിയെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ജോൺ യോഷിന്റെ അടുത്തേക്ക് വരികയാണ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. ജോണൊക്കെ ആകെ വട്ട് പിടിച്ച പോലെ ആയിട്ടുണ്ട് ഇപ്പോ. അപ്പൊ ജോണ് പറയും, ഈ വില്ലേജിൽ ആൾക്കാരെ ഇങ്ങനെ പീഡിപ്പിക്കല്ലേ, ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വില്ലേജിൽ ഓരോ ആൾക്കാരിനെയും, ആരാണ് ഈ ഷിപ്പ് മുക്കിയതെന്ന് പറഞ്ഞിട്ട്. അവരുടെ സ്പൈനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് യോഷി. അപ്പൊ ജോൺ വന്നിട്ട് പറയും, ഇത് നിർത്തണം, ഇല്ലെങ്കിൽ ഞാനിപ്പോ സെപ്പക്കു ചെയ്യുന്നു പറയും. മിണ്ടിയ സെപ്പക്കു ആണ് ഇവിടെ, അതായത് സൂയിസൈഡാണ് ഇവിടെ. ഒന്നും വർത്തമാനം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവസാനം നമ്മുടെ ജോൺ വരെ അതിലേക്ക് എത്തും. അപ്പൊ യോശി വന്നിട്ട് ജോൺ സെപ്പക്കോ ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യും. നിനക്ക് പ്രാന്താണോ ചോദിച്ചിട്ട് ഒരു ഇടി അങ്ങോട്ട് കൊടുക്കും. നീ ഒരു കാര്യം ചെയ്യ്, നേവി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്, നീ ആ ഷിപ്പ് റീബിൽഡ് ചെയ്യ്, നിന്റെ ഷിപ്പാണല്ലോ അത്, എന്നിട്ട് എനിക്കൊരു ഫ്ലീറ്റ് ഉണ്ടാക്കിത്താ, ഒരു കപ്പലിന്റെ ഒരു ഫ്ലീറ്റ് ഉണ്ടാക്കിത്താ എന്ന് പറയും. ഒരു പണിയില്ലാത്തതുകൊണ്ടാണ് ജോൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയത്. ഇപ്പൊ ജോണിന് ഒരു ജോലിയായി. അപ്പൊ പിന്നെ അതിന്റെ പിന്നാലെ പൊയ്ക്കോളും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ ഇനി വരുന്നു തോന്നുന്നില്ല. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. യബുഷിഗയും യോഷിയും കൂടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. യബുഷിഗയുടെ സെപ്പക്കു ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നേ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് യബുഷിഗയ്ക്ക്. അതായത് ഈ കപ്പലുണ്ടല്ലോ, ജോണിന്റെ കപ്പല്, അത് മുക്കിയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസ് തന്നെയാണ്. പക്ഷെ എന്തിനാണ് മുക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരിക്ക് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ജോണിനെ കൊല്ലാൻ പാടില്ല എന്നൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസുകാരന്റെ അടുത്ത്. അപ്പൊ അതിന് പകരമായിട്ട് മാരിക്കോ നൽകിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഷിപ്പ് ഞാൻ മുക്കി തരാം എന്നുള്ള കാര്യമായിരുന്നു. അതായത് ഷിപ്പ് ഞാൻ ഇല്ലാതാക്കി തരാം, ജോൺ വന്ന ഷിപ്പ് ഉണ്ടല്ലോ അത് ഞാൻ ഇല്ലാതാക്കി തരാം. ജോണിന് ഇവിടുന്ന് ഒരിക്കലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ ലോക്കാക്കി നിർത്താം, പക്ഷെ അവനെ ജീവനോടെ നിർത്തണം എന്നുള്ളൊരു ഡീലാണ് മാരിക്കോ ഉണ്ടാക്കിയത്. അപ്പൊ ഇത് അവന്റെ വിധിയാണ്. അവന് ഈ ജപ്പാൻ വിട്ട് പോകാൻ പറ്റില്ല. അവൻ ഈ ഷിപ്പ് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിനെ പൊളിക്കാനുള്ള പ്ലാൻ ഇടും. അവൻ ഒരിക്കലും ഈ ജപ്പാൻ വിട്ട് പോകില്ല എന്ന് യോഷി പറയും. അപ്പൊ അതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ യബുഷിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ ജയിക്കാൻ പോകുന്നത്? ഇപ്പൊ നിങ്ങൾ യുദ്ധത്തിന് പോകാണല്ലോ, എങ്ങനെ നിങ്ങൾ ജയിക്കും? നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരാളും ഇല്ല, പട്ടാളക്കാരും ഇല്ല, എങ്ങനെ നിങ്ങൾ ജയിക്കും എന്ന് ചോദിക്കും. അപ്പോഴാണ് യോഷി ഒരു കാര്യം പറയുന്നത്, എല്ലാ യോഷിന്റെ പ്ലാൻ ആയിരുന്നു ഇത്. ആക്ച്വലി ഈ ക്രിംസൺ സ്കൈ എന്ന് പറയുന്നത് കുറെ പട്ടാളക്കാരനെ കൊണ്ടുപോയിട്ട് അറ്റാക്ക് ചെയ്യലല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ക്രിംസൺ സ്കൈ നടക്കൂല. ഇപ്പൊ നീ നോക്ക്, എല്ലാ റീജൻസും അടിച്ചു പിരിഞ്ഞിട്ടുണ്ട്. കിയാമി ഓനവും ഇഷിഡോ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഞാൻ ഒരു ലോഡ് പട്ടാളക്കാരനെ അയക്കുന്നതിന്റെ പകരം ഒരു പെൺകുട്ടിനെ, ഒരു വുമണിനെയാണ് ഞാൻ അയച്ചത്. അതാണ് മാരിക്കോ. ആ മാരിക്കോ ചെയ്തത് ഒരു ആർമിക്ക്, ഒരു വലിയൊരു ആർമിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയും. അപ്പൊ ഇതിനായിരുന്നു മാരിക്കോനെ ഇവര് ജീവനോടെ വെച്ചിരുന്നത്. മാരിക്കോ പണ്ടേ മരിക്കേണ്ടതാണ്, മാരിക്കോന്റെ അച്ഛൻ ചെയ്ത ഒരു കുറ്റത്തിന്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരും എന്ന് പറഞ്ഞിട്ടാണ് യോഷി മാരിക്കോന്റെ ലൈഫ് പ്ലാൻ ചെയ്തത്. അതേപോലെ ഒരു ഫ്യൂച്ചർ കാണിക്കുന്ന പോലെ യുദ്ധം ഇവര് കാണിക്കുന്നുണ്ട്. അതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഒച്ചീബന്റെ ഒരു ലെറ്റർ വന്നില്ലേ, ആ ലെറ്ററിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്പാന്റെ ഒഫീഷ്യൽ ആർമി ഉണ്ടല്ലോ, അതായത് ഒച്ചീബന്റെ ഹെയർ ആ മകനുണ്ടല്ലോ, അവനാണ് ശരിക്കും ഈ ജപ്പാന്റെ ഹെയർ. അവനെ നോക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഉള്ളത്. അപ്പൊ അവന്റെ ആർമി ഇഷിഡോന്റെ കൂടെ വരില്ല യുദ്ധത്തിന്. ഇഷിഡോന് വേണമെങ്കിൽ പോവാം, ഇഷിഡോന്റെ കൂടെ ഇഷിഡോന്റെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ജപ്പാന്റെ ഒഫീഷ്യൽ ആർമി ഉണ്ടാവില്ല. ഒച്ചീബിക്ക് പെട്ടെന്നൊരു മനസ്സ് മാറ്റം വന്നിരിക്കുകയാണ്. മാരിക്കോന്റെ മരണ വാർത്ത അല്ലെങ്കിൽ മരണം അറിഞ്ഞത് കൊണ്ടായിരിക്കണം ഇങ്ങനെ. ഇത്രയും കാലം ഭയങ്കര ശത്രുവായിരുന്നു ഒച്ചീബ. മാരിക്കോനെ കണ്ട് സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം അവസാനിച്ചു. പിന്നെ മാരിക്കോ മരിക്കും കൂടി ചെയ്തപ്പോ ഇനി ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കായിരുന്നു ഒച്ചീബ. ഈ ഫ്യൂച്ചർ കാണിക്കുമ്പോൾ എല്ലാ റീജൻസും ഇഷിഡോന് എതിരെയാവും. ഇനി സമാധാനത്തിന്റെ നാളുകളാണ്. ഞാനാണെങ്കിൽ എഡോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്, അവിടെ നിന്നാണ് ഞാൻ ഇനി ഭരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം യോഷി പറയും. അപ്പൊ ഇതൊക്കെ കേട്ട് യബുഷിഗയ്ക്ക് ദേഷ്യം വരും. നിങ്ങൾക്കപ്പോ ഷോഗുൺ ആവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാര്യം ചെയ്തത്. നിങ്ങൾ ആരോടും ഒന്നും പറയാതെ നിങ്ങളുടെ ഈ പ്ലാനിന് വേണ്ടിയിട്ട് എത്ര ആൾക്കാരനെ കൊല്ലാൻ നോക്കി. നിങ്ങൾ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണെന്ന് പറയും. അപ്പൊ ഇതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. യബുഷിഗന്റെ സെപ്പക്കോന്റെ സമയമായിട്ടുണ്ട്. യോഷി വരും, തലയും കൂടെ ഒരൊറ്റ വെട്ടാണ്, സെപ്പക്കോ നടക്കും. അങ്ങനെ അവസാനത്തെ സീൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോണ് ആ വില്ലേജിലെ ആൾക്കാരെല്ലാരും കൂടി ചേർന്ന് ആ കപ്പലിനെ, ആ മുങ്ങിപ്പോയ കപ്പലിനെ കരയ്ക്ക് വലിച്ച് കയറ്റുന്നതാണ്. ബുണ്ടാരോ ഒക്കെ വരും കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഒരു ടാസ്ക് ഏറ്റെടുത്ത് അത് ചെയ്യാണ്. ഇതന്നെയാണ് യോഷി ഉദ്ദേശിച്ചത്. അതായത് ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇവരെയൊക്കെ ഓരോ പണി ഏൽപ്പിക്കും. യുദ്ധത്തിൽ യോഷി ജയിച്ചു, യുദ്ധം ചെയ്യാതെ തന്നെ. അതാണ് യോഷിയുടെ ബുദ്ധി. ആ ഒരു സീനോടുകൂടിയിട്ടാണ് ഷോഗുൺ എന്ന സീരീസ് അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ സീരീസ് എന്ന് പറഞ്ഞാൽ അത് കമന്റ് ചെയ്യൂ. ഇനി നമുക്ക് ഇതുപോലെ നല്ലൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിൽ കാണാം. അപ്പോൾ